Good morning, students. So, we Didi chapter. Shaheen Misray's Didi chapter. Didi summer vacation experiences India summer experiences. First column, page number 91, the first column, last paragraph. Inequity, the disparity that exists between the societies, that's Didi Vishnopicha, Shaheen Misray Vishnopicha, India, Samukya Vyavasthari, inequity, disparity, Samukhil Vivida, Tattugalilite, Talangalilite, Alkar, Vibhagam Daridram, മറ്റൊരു വിഭാഗം സുഖസമൃദ്ധിയിൽ ജീവിക്കുന്ന ഒരു വലിയ ഡിസ്പാരിറ്റി ഈ സമൂഹത്തിൽ ദർശിക്കാൻ അത് പട്ടണത്തിലുടനീളം രാജ്യത്തുടനീളം ദർശിക്കാൻ ഷഹീൻ മിസ്രയ്ക്ക് കഴിഞ്ഞു. പ്രത്യേകിച്ച് മുംബൈയിലെ ചേരികളിലെ ജീവിതം ഷഹീനെ ഏറെ വിഷമിപ്പിച്ച ഒരു സംഗതിയാണ്. അപ്പോൾ തൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ് ഷഹീൻ. തനിക്കൊരു വലിയ കാര്യം ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യണമെന്ന് വളരെ കുട്ടിക്കാലത്തെ ആഗ്രഹിച്ച ഷഹീന് എന്താണ് തൻ്റെ ലക്ഷ്യമെന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു ബോധമില്ലാതിരുന്ന ഷഹീന് ഒരു വലിയ എക്സാമ്പിളായിട്ട് മാറുകയായിരുന്നു മുംബൈയിലെ ചേരി ജീവിതം. അപ്പോൾ ശരി, അപ്പോൾ നമുക്കിനി തുടങ്ങാം. അപ്പോൾ ആ ഭാഗത്തേക്ക് നോക്കുക. ഇറ്റ് വാസ് ദ സമ്മർ ഓഫ് 1989. I was on my vacation in India. On my one blistering Mumbai day, my taxi stopped at a traffic signal. 3 children ran up to my window, smiling and begging. And at that moment, I had a flash of introspection. Nothing too unusual had happened, but as I looked at them, I suddenly knew that my life would have more meaning if I stayed in India. It was the summer of 1989. 1989 ആ വർഷമാണ്. ആ സമയത്തെ ഒരു സമ്മർ വെക്കേഷൻ ടൈം. As always, I was on my vacation in India. എല്ലാ കാലത്തിലെയും പോലെ സമ്മർ സീസണിൽ ഞാൻ വരും, ഇന്ത്യയിലെ വെക്കേഷൻ ആസ്വദിക്കും. On one blistering Mumbai day, കത്തിക്കരിയുന്ന ഒരു മുംബൈ ദിനം, മുംബൈയിലെ ഒരു ദിവസം എന്ത് ചെയ്യുകയായിരുന്നു? അപ്പോൾ ടാക്സിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഷഹീൻ. മൈ ടാക്സി സ്റ്റോപ്ഡ് അറ്റ് എ ട്രാഫിക് സിഗ്നൽ. ട്രാഫിക് സിഗ്നലിൽ വന്ന് വണ്ടി നിന്നു. 3 children ran up to my window. എൻ്റെ ആ ഗ്ലാസ്സിനടിയിലേക്ക് 2-3 കുട്ടികൾ ഓടി വന്നു. സ്മൈലിംഗ് ആൻഡ് ബെഗിങ്. ആൻഡ് അറ്റ് ദാറ്റ് മൊമെൻറ്റ് ഐ ഹാഡ് എ ഫ്ലാഷ് ഓഫ് ഇൻട്രോസ്പെക്ഷൻ. അവർ ചിരിച്ചുകൊണ്ട് ബഹളം വെച്ചുകൊണ്ട് എൻ്റെ മുമ്പിൽ വന്ന് യാചിക്കുകയാണ്, ഭിക്ഷയാചിക്കുകയാണ്. ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഐ ഹാഡ് എ ഫ്ലാഷ് ഓഫ് ഇൻട്രോസ്പെക്ഷൻ. തന്നിലേക്ക് തിരിഞ്ഞു നോക്കുക, സ്വന്തമായ ഒരു അവലോകനം നടത്തുക. പെട്ടെന്നാണ് മിന്നൽ പോലെ എൻ്റെ മനസ്സിലേക്ക് ആ ചിന്തകൾ വന്നത്. Nothing too unusual had happened, but as I looked at them, I suddenly knew that my life would have more meaning if I stayed in India. മനസ്സിലൊരു തിരച്ചിൽ എപ്പോഴും ഉണ്ടായിരുന്നു. തൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം, താൻ ഏത് വഴിയാകണം തിരഞ്ഞെടുക്കേണ്ടത്, ഇങ്ങനൊരു സംശയം എപ്പോഴും ഷഹീൻ്റെ മനസ്സിലുണ്ടായിരുന്നു. മുംബൈയിലെ എക്സ്പീരിയൻസസ് എല്ലാം ഷഹീൻ ഇങ്ങനെ ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് പെട്ടെന്നാണ് ഈ ചിന്ത മനസ്സിലേക്ക് കടന്നു വന്നത്. തൻ്റെ ലക്ഷ്യം ഇതാണ്, എൻ്റെ ജീവിതം കൂടുതൽ അർത്ഥപൂർണ്ണമാകണമെങ്കിൽ ഞാൻ ഇന്ത്യയിൽ താമസിച്ചതിന് പക്ഷേ എനിക്കൊരു ലക്ഷ്യം കണ്ടെത്താൻ കഴിയും, ഇതായിരിക്കും ഒരു പക്ഷേ എൻ്റെ നിയോഗം എന്നൊരു ചിന്ത ഷഹീൻ്റെ മനസ്സിലേക്ക് വന്നു. അതാണ് ഒരു ഇൻട്രോസ്പെക്ഷൻ, തന്നിലേക്ക് തിരിഞ്ഞു നോട്ടം. താൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന, താൻ തേടിക്കൊണ്ടിരുന്ന എന്തോ ഒന്ന് തൻ്റെ കൺമുന്നിൽ നിൽക്കുന്നതായിട്ട് ഷഹീന് തോന്നി. ഒത്തിരിയൊന്നും പ്രത്യേകതയുള്ളൊന്നും കാര്യമല്ല സംഭവിച്ചത്. പക്ഷേ ഈ കുട്ടികൾ ഓടി വന്ന് ഇരുന്ന് തൻ്റെ മുമ്പിൽ ചിരിച്ചുകൊണ്ട് യാചിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ കുട്ടികളുടെ മുഖം ഒരിക്കലും ഷഹീൻ മറക്കാൻ കഴിഞ്ഞില്ല. As I looked at them, I suddenly knew that my life would have more meaning. എൻ്റെ ജീവിതത്തിന് കുറച്ചുകൂടി അർത്ഥമുണ്ടാകും, തൻ്റെ തിരച്ചിലൊരു അവസാനം ഉണ്ടാകും. താൻ എവിടെയായിരിക്കുമ്പോൾ ഇന്ത്യയിലായിരിക്കും എന്ന ചിന്ത ഷഹീനുണ്ടായി. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കുക. In the days that followed, I kept thinking about those gifts and that moment. India was answering the search for the purpose that I had felt ever since I was a child. I was being challenged to find my identity. I wanted to be part of making things better for children. I knew that this could be my country and that whatever I did here would make more of a difference than in the manicured reality of my university life in the States. In the days that followed, അതിനെ തുടർന്ന്
അപ്പോൾ ഈ ഒരു സംഭവം ഷഹീൻ്റെ മനസ്സിനെ സ്പർശിച്ച ഒരു സംഭവമാണ്. ആ സമയത്താണ് കുറേ ചിന്തകൾ ഷഹീൻ്റെ മനസ്സുണ്ടായത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ ചിന്ത ഇങ്ങനെ മതിച്ചുകൊണ്ടേയിരുന്നു ഷഹീനെ. ഐ കെപ്റ്റ് തിങ്കിങ് അബൌട്ട് ദോസ് കിഡ്സ്. എപ്പോഴും ഞാൻ ആ കുട്ടികളെക്കുറിച്ച് ചിന്തിക്കും. ആൻഡ് ദാറ്റ് മൊമെൻറ്റ് India was answering the search for the purpose that I had felt ever since I was a child. ഒരു കുഞ്ഞായിരുന്നപ്പോൾ, നേരത്തെ പറഞ്ഞ ഉറുമ്പ് ധാന്യമണികളും കൊണ്ട് ഇങ്ങനെ തൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന കാഴ്ച കാണുമ്പോൾ എന്താണ് വാട്ട് ഈസ് മൈ ഡെസ്റ്റിനി, എന്താണ് എൻ്റെ ലക്ഷ്യം എന്നൊരു ചിന്ത, ഒരു ക്വസ്റ്റ്യൻ ഷഹീൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഉള്ള ഒരു വലിയ ആൻസറായിട്ട് ഇന്ത്യ മാറുന്നു, ഇന്ത്യയിലെ ഈ സാഹചര്യം മാറുന്നു. ഇതാണ് അതിനുള്ള ഉത്തരം. വളരെ കുട്ടിക്കാലം മുതൽ തന്നെ എൻ്റെ മനസ്സിൽ ചോദിച്ചുകൊണ്ടിരുന്ന ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്, ഇന്ത്യയാണ് അതിൻ്റെ ഉത്തരം എന്ന് ഷഹീൻ്റെ മനസ്സിൽ തോന്നി. ഇന്ത്യയിലെ മുംബൈയിലെ ചേരിയാണ് അതിൻ്റെ ഉത്തരം, ചേരിയിലെ കുട്ടികളാണ് അതിൻ്റെ ഉത്തരം എന്നൊരു ചിന്ത ഷഹീൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഐ വാസ് ബീയിങ് ചാലഞ്ച്ഡ് ടു ഫൈൻഡ് മൈ ഐഡൻറ്റിറ്റി. എൻ്റെ ഐഡൻറ്റിറ്റി, എൻ്റെ വ്യക്തിത്വം എന്തായിരിക്കാം, അതാണ് ചാലഞ്ചസ് ഓഫ് ലൈഫ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് നമ്മൾ ആരായി മാറുന്നത്, എന്താണ് എൻ്റെ യഥാർത്ഥ ഐഡൻറ്റിറ്റി, എന്താണ് എൻ്റെ യഥാർത്ഥ ലക്ഷ്യം. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോഴാണ് ഒരു ക്രൈസിസ് ഉണ്ടാകുന്നത്, സ്വത്വ സംഘർഷം ഉണ്ടാകുന്നത്, ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടാകുന്നത്. ഇവിടെ ആ ചോദ്യം, ആ ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ള ആ വെല്ലുവിളിക്കുള്ള ഉത്തരം ഇന്ത്യയാണ്, ഇന്ത്യയുടെ സാഹചര്യങ്ങളാണ് എന്ന് ഷഹീന് ബോധ്യപ്പെട്ടു. ഐ വാസ് ബീയിങ് ചാലഞ്ച്ഡ് ടു ഫൈൻഡ് മൈ ഐഡൻറ്റിറ്റി. ഇതാ അതിന് ഉത്തരം ഞാൻ എത്തിയിരിക്കുന്നു. ഐ വാണ്ടഡ് ടു ബി ദ പാർട്ട് ഓഫ് മേക്കിംഗ് തിങ്സ് ബെറ്റർ ഫോർ ചിൽഡ്രൻ. കുട്ടികൾക്ക് കുറച്ചുകൂടി നല്ലൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുവാൻ ഞാൻ ബാധ്യസ്ഥയാണ്. അതാണ് ഈ സമൂഹത്തിന് വേണ്ടി എനിക്ക് ചെയ്യാനുള്ളത്. കൊച്ചുകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, അവരുടെ ഉന്നമനത്തിന് വേണ്ടി, കുറച്ചുകൂടി അവരുടെ സാഹചര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി തനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, അതാണ്, ആ കർമ്മമാണ് തൻ്റെ നിയോഗം എന്ന ചിന്ത ഷഹീനുണ്ടായി. ഐ ന്യൂ ദെൻ ദാറ്റ് ദിസ് കുഡ് ബി മൈ കൺട്രി. ഇതാണ് ആ രാജ്യം, ഇതെൻ്റെ രാജ്യമാണ്. ഇവിടത്തേക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയും, എൻ്റെ അമ്മ ആയ, എൻ്റെ മദർലാൻഡായ ഈ രാജ്യത്തിന് വേണ്ടി എന്താണോ ചെയ്യാൻ കഴിയുന്നത്, അതാണ് ലോകത്തെ ഏറ്റവും വലിയൊരു സംഭാവന എനിക്ക് കൊടുക്കാൻ കഴിയുന്നത്. അതാണ്. ആൻഡ് ദാറ്റ് വാട്ട് എവർ ഐ ഡിഡ് ഹിയർ കുഡ് മേക്ക് മോർ ഓഫ് എ ഡിഫറൻസ് ദാൻ ഇൻ ദ മാനിക്യൂഡ് റിയാലിറ്റി ഓഫ് മൈ യൂണിവേഴ്സിറ്റി ലൈഫ് ഇൻ ദ സ്റ്റേറ്റ്. അമേരിക്കയിൽ ഉന്നത വിദ്യാഭ്യാസം നടത്തുന്ന ആ പോളിഷ്ഡായിട്ടുള്ള, മാനിക്യൂഡായിട്ടുള്ള ആ യാഥാർത്ഥ്യത്തെക്കാൾ എത്രയോ വലുതാണ് എൻ്റെ രാജ്യത്തിന് വേണ്ടി, എൻ്റെ മദർലാൻഡിന് വേണ്ടി, ഞാൻ ജനിച്ച ഈ മാതൃഭൂമിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയുക. അങ്ങനെ വളരെ വലിയ ഒരു ലക്ഷ്യം ഷഹീൻ്റെ മനസ്സിൽ ഇപ്പോൾ തോന്നി. തനിക്ക് അവിടെ പോയി വേണമെങ്കിൽ ഒരുപാട് ഡിഗ്രികൾ സമ്പാദിക്കാം, PhD ഗവേഷണങ്ങൾ നടത്താം, ഒരുപാട് പൊസിഷൻസ് നേടിയെടുക്കാം. പക്ഷെ അതിനേക്കാൾ ഒക്കെ എത്രയോ വലുതാണ് തൻ്റെ രാജ്യത്തിന് വേണ്ടി, ഈ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ, ആ നന്മയ്ക്ക്, അവരുടെ നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ചിന്ത ഷഹീൻ്റെ മനസ്സിൽ തോന്നി. നിങ്ങൾക്ക് ആ പാരഗ്രാഫ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് കടക്കാം. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് കിടക്കാം. അപ്പോൾ ഇതുവരെ പഠിപ്പിച്ച ഭാഗങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. Nervously, a week before I was to return to Boston, I telephoned my parents to try and explain the jumbled feeling that culminated in my strong desire to move back to Mumbai. They listened carefully, but advised me and cautioned that living in Mumbai would be vastly different from my current vacation. But when I persisted, they agreed on two conditions: that I would get admission into a good undergraduate college in the city, and later I would travel abroad for my graduate degree. Nervously, a week before I was to return to Boston. അങ്ങനെ ഒരു സ്വപ്നം നമ്മുടെ ഷഹീൻ്റെ മനസ്സിലിങ്ങനെ കടന്നുകൂടിയിരിക്കുകയാണ്. തൻ്റെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷ. പക്ഷേ തനിക്ക് തിരിച്ചു പോകേണ്ട സമയമായിരിക്കുന്നു. തൻ്റെ പേരൻസ് വെളിയിലാണ്, വിദേശത്ത് തന്നെയാണ്, ബോസ്റ്റണിലാണ്. എനിക്ക് ബോസ്റ്റണിലേക്ക് തിരിച്ചു പോകണം. അതിന് കൃത്യം ഒരാഴ്ചയ്ക്ക് മുൻപ് നമ്മുടെ ഷഹീന് ഫോൺ ചെയ്ത് പേരൻസിനോട് സംസാരിക്കുകയാണ്. ഐ ടെലഫോൺ ടു മൈ പേരൻസ് ടു ട്രൈ ആൻഡ് എക്സ്പ്ലെയിൻ ദ ജംബിൾഡ് ഫീലിംഗ് ദാറ്റ് കൾമിനേറ്റഡ് ഇൻ മൈ സ്ട്രോങ് ഡിസയർ ടു മൂവ് ബാക്ക് ടു മുംബൈ. തിരിച്ച് മുംബൈയിലേക്ക് തന്നെ എത്തണം. അതിനെക്കുറിച്ച് തൻ്റെ പേരൻസിനോട് സംസാരിക്കാൻ, തൻ്റെ സ്ട്രോങ് ഡിസയർ, ഒരു ശക്തമായ ആഗ്രഹമായിട്ട്, ഒരു സ്വപ്നമായിട്ട് മനസ്സിനെ മതിക്കുകയാണ്. തിരിച്ച് മുംബൈയിൽ തന്നെ എത്തണം, മുംബൈയിൽ തന്നെ തുടരണം, മുംബൈയാണ് എൻ്റെ കർമ്മ
അവിടെ എനിക്ക് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പേരൻസിനോട് സംസാരിക്കുകയാണ്. They listen carefully. ശ്രദ്ധയോടെ അവർ കേട്ടു കാര്യങ്ങളെല്ലാം. But advised me and cautioned that living in Mumbai would be vastly different from my current vacation. നീ വെക്കേഷൻ സമയത്ത് കുറച്ച് ദിവസം പോയി ഇന്ത്യയിൽ ജീവിക്കുന്നത് പോലെയല്ല. സ്ഥിരമായിട്ട് ഇവിടെ താമസിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിനൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകും. കാരണം നീ ആ ഒരു സാഹചര്യത്തിലൂടെ പൊരുത്തപ്പെടാൻ ഒരുപാട് പ്രയാസമുണ്ടാകും. വിദേശത്ത് ഉള്ള സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പഠിച്ച ഒരു എക്സ്പീരിയൻസ് മാത്രമേ നമ്മുടെ ഷഹീനുള്ളൂ. അതുകൊണ്ട് നീ ഒരുപാട് ബുദ്ധിമുട്ടും. പേരൻസ് ഒരുപാട് ഉപദേശിച്ചു നോക്കി ഷഹീനെ. വെറുതെ ഒരു വെക്കേഷന് പോയി നിന്നിട്ട് വരുന്നത് പോലെയല്ല. അവിടെ സ്ഥിരമായിട്ട് നിന്ന് പഠിക്കുമ്പോൾ ഒരുപാട് പ്രോബ്ലംസിനെ നിനക്ക് ഫേസ് ചെയ്യേണ്ടി വരും. നിനക്ക് ആ സാഹചര്യത്തിലൂടെ പൊരുത്തപ്പെടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഷഹീൻ എന്നൊക്കെ അവർ ഉപദേശിച്ചു നോക്കി. ബട്ട് വെൻ ഐ പെർസിസ്റ്റഡ് ദേ അഗ്രീഡ് ഓൺ 2 കണ്ടീഷൻസ്. പക്ഷേ ഞാൻ ഉറച്ചു നിന്നു. എൻ്റെ തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിന്നപ്പോൾ അവസാനം അവർക്ക് മനസ്സോടെ അവർക്ക് സമ്മതിക്കേണ്ടി വന്നു. പക്ഷേ അവർ 2 കണ്ടീഷൻ വെച്ചു. എന്തൊക്കെയാണ് ആ കണ്ടീഷൻ? That I would get admission into a good undergraduate college in the city. നിൻ്റെ അണ്ടർ ഗ്രാജുവേഷന് വേണ്ടി സിറ്റിയിലെ, മുംബൈ സിറ്റിയിലെ ഏറ്റവും നല്ല കോളേജിൽ തന്നെ നിനക്ക് അഡ്മിഷൻ കിട്ടണം. അത് മാത്രം പോരാ. സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? ലേറ്റർ ഐ വുഡ് ട്രാവൽ അബ്രോഡ് ഫോർ മൈ ഗ്രാജുവേറ്റ് ഡിഗ്രി. നിൻ്റെ ഗ്രാജുവേഷന് വേണ്ടി തീർച്ചയായിട്ടും അത് ഇന്ത്യയിലാവരുത്. അത് വിദേശത്ത് ഏതെങ്കിലും ഒരു നല്ല സർവകലാശാലയിൽ, ഏതെങ്കിലും ഒരു നല്ല യൂണിവേഴ്സിറ്റിയിൽ നിൻ്റെ ഗ്രാജുവേഷന് വേണ്ടി നീ എത്തിയിരിക്കണം. ഈ 2 നിബന്ധനകൾ, കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മാത്രം ഇന്ത്യയിൽ തുടർന്നാൽ മതി എന്ന് പേരൻസ് ശക്തമായിട്ട് പറഞ്ഞു. അത് കേൾക്കേണ്ടി വന്നു ഷഹീന്. ആ കണ്ടീഷൻസ് അംഗീകരിച്ചു. The only place I could think to start was St. Xavier's, where my parents had studied. അങ്ങനെ മുംബൈയിലെ പ്രശസ്തമായ കോളേജായ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ ഒരു അഡ്മിഷന് വേണ്ടി ഷഹീൻ ശ്രമം തുടങ്ങി. അവിടെയാണ് ഷഹീൻ്റെ പേരൻസ് പഠിച്ചത്. I walked into the crowded college office and asked for an appointment to see the principal. Admissions shut 3 months earlier, I was told, and the principal doesn't give appointments. I stood in the corridor outside the office, choking back frustration. A student standing outside witnessed the exchange between the principal's assistant and me. He came over and whispered with a wink, "There is a side door to the principal's office. You may want to try that." പിന്നീട് എന്താണ് സംഭവിച്ചത്? സെൻറ്റ് സേവിയേഴ്സ് കോളേജിലേക്ക് ചെന്ന് ഒരു അഡ്മിഷന് വേണ്ടി ഷഹീൻ ശ്രമിക്കുകയാണ്. I walked into the crowded college office. ഒരുപാട് കുട്ടികളിങ്ങനെ തിക്കിത്തിരക്കുന്ന വലിയൊരു കോളേജാണ്. അപ്പോൾ ആ ക്രൗഡഡ് കോളേജിൻ്റെ ഓഫീസിലേക്ക് ചെന്നു. ആൻഡ് ആസ്ക് ഫോർ ആൻ അപ്പോയിൻമെൻറ്റ് ടു സീ ദ പ്രിൻസിപ്പൽ. പ്രിൻസിപ്പലിനെ എനിക്ക് കാണാൻ പറ്റുമോ എന്ന് അന്വേഷിച്ചു. അഡ്മിഷൻസ് ഷട്ട് 3 months earlier. അയ്യോ, 3 മാസത്തിന് മുമ്പ് തന്നെ ഇവിടെ അഡ്മിഷൻ തീർന്നു പോയല്ലോ എന്ന ഉത്തരമാണ് ഷഹീന് ലഭിച്ചത്. ആൻഡ് ദ പ്രിൻസിപ്പൽ ഡസൻറ്റ് ഗിവ് അപ്പോയിൻമെൻറ്റ്സ്. ഇനി പ്രിൻസിപ്പൽ ഒരു തരത്തിലുള്ള അപ്പോയിൻമെൻറ്റ്സും കൊടുക്കുന്നതല്ല, അനുവദിക്കുന്നതല്ല എന്നും അറിയുന്നു. I stood in the corridor outside the office, choking back frustration. എന്തോ ഒന്ന് ശ്വാസം മുട്ടൽ പോലെ ഷഹീന് തോന്നി. ഭയങ്കര കടുത്ത നിരാശ. തൻ്റെ പദ്ധതികളും തൻ്റെ ചിന്തകളും സ്വപ്നങ്ങളും എല്ലാം ഇവിടെ തകർന്നു പോകുമല്ലോ. താൻ എങ്ങനെ ഇവിടെ അഡ്മിഷൻ കിട്ടിയെങ്കിൽ മാത്രമേ മാതാപിതാക്കൾ ഇവിടെ നിൽക്കാൻ അനുവദിക്കുകയുള്ളൂ. പേരൻസ് അത് കർശനമായിട്ട് അവർ പറഞ്ഞതാണ്. അങ്ങനെ ആ ഓഫീസിൻ്റെ കോറിഡോറിൽ, ആ ഇടനാഴിയിൽ വിഷമിച്ച് നിൽക്കുകയാണ് ഷഹീൻ. A student standing outside witnessed the exchange between the principal's assistant and me. പ്രിൻസിപ്പലിൻ്റെ അസിസ്റ്റൻറ്റും ഞാനും തമ്മിലുള്ള ഈ സംഭാഷണങ്ങൾ കേട്ടുകൊണ്ട് ക്ലാസ്സിൽ നിന്ന് വെളിയിലാക്കിയ ഒരു കുട്ടിയായിരിക്കും പക്ഷേ നമുക്കറിയാമല്ലോ, എവിടെയും കാണുമല്ലോ. എന്തായാലും ഒരു കുട്ടി അവിടെ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവന് പതുക്കെ ഇങ്ങ് അടുത്ത് വന്നു. He came over and whispered with a wink. കണ്ണടച്ചുകൊണ്ട് പറയുകയാണ്, വേറൊരു വഴിയുണ്ട് പ്രിൻസിപ്പലിൻ്റെ റൂമിനകത്ത് കയറാൻ. ദർ ഇസ് എ സൈഡ് ഡോർ ടു ദ പ്രിൻസിപ്പൽസ് ഓഫീസ്. ഇത് ശരിയായിട്ടുള്ള സ്ട്രൈറ്റ് ആയിട്ടുള്ള വഴി. ഈ നേർവഴി അല്ലാതെ ഒരു കുറുക്ക് വഴി എന്തിനും ഉണ്ടല്ലോ. അപ്പോൾ ആ കുറുക്ക് വഴി കൊണ്ട് ആ സൈഡ് ഡോറിൽ കൂടെ പ്രിൻസിപ്പലിൻ്റെ ഓഫീസിനകത്തേക്ക് കയറാം. യു മേ വാണ്ട് ടു ട്രൈ ദാറ്റ്. അതൊന്ന് ശ്രമിച്ചു നോക്കൂ എന്നാ ആ വിദ്വാൻ പറഞ്ഞതനുസരിച്ച് ഞാനൊന്ന് ശ്രമിച്ചു നോക്കി. അപ്പോൾ അടുത്ത പാരഗ്രാഫ് നമുക്ക് നോക്കാം. വളരെ രസകരമായ ഒരു ഭാഗമാണ്.
straight through the side door. Father de Cruz looked up quizzically and opened his mouth. But before he could say anything, I blurted out what I had rehearsed. Father, my life is in your hands. I want to do something for the children of India. I don't know how only that I must. He was curious enough to ask me a few questions, and at the end of our conversation, the father thankfully granted me admission to St. Xavier's College. വളരെ സംഭവബഹുലമായ ഒരു ചരിത്രമാണ് ഇവിടെ ഷഹീൻ പറയുന്നത്. അങ്ങനെ ആ കോളേജിലെ ആ കുട്ടി പറഞ്ഞ അനുസരിച്ച് സൈഡ് ഡോറിലൂടെ നമ്മുടെ ഷഹീൻ പ്രിൻസിപ്പലിൻ്റെ ഓഫീസിനകത്തേക്ക് കടന്നു. നേരെയാണ് പ്രിൻസിപ്പൽസ് ഓഫീസിൻ്റെ അകത്തേക്കാണ് ചെന്ന് കയറിയത്. ഫാദർ ഡിക്രൂസ് ഫാദർ ലുക്ക്ഡ് അപ്പ് ക്വിസിക്കലി, വളരെ വിഷമിച്ച്, വളരെ പസിൽഡ്. ക്വിസിക്കലി മീൻസ് വെരി പസിൽഡ്. ആൻഡ് ഓപ്പൺ ഹിസ് മൗത്ത്. എന്തെങ്കിലും പറയാൻ, നിങ്ങൾ എന്താണ് വന്നത്, എന്തിനാണ് എന്ന് പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഷഹീൻ അങ്ങോട്ട് കയറി പറയുകയാണ്. എന്താണ്? ബിഫോർ ഹി കുഡ് സേ എനിത്തിങ് ഐ ബ്ലാങ്ക്ഡ് ഔട്ട് വാട്ട് ഐ ഹാഡ് ഹേഴ്സ്ഡ്. മനസ്സിനെ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുകയാണ്. എന്താണ് പറയേണ്ടതെന്ന് നേരത്തെ തന്നെ ഒരുപാട് റിഹേഴ്സൽ കഴിഞ്ഞതാണ്. അപ്പോൾ അത് തന്നെ ഫാദറിനോട് പറയാൻ ശ്രമിച്ചു. എന്തെങ്കിലും ഫാദർ ഇങ്ങോട്ട് പറയുന്നതിന് മുമ്പ് അങ്ങോട്ട് കയറി തന്നെ കയറി അങ്ങ് പറഞ്ഞു. എന്താണ് ഷഹീൻ പറഞ്ഞത്? ഫാദർ, മൈ ലൈഫ് ഈസ് ഇൻ യുവർ ഹാൻഡ്സ്. ഫാദർ, നിങ്ങളുടെ കയ്യിലാണ് ഇപ്പോൾ എൻ്റെ ജീവിതം. ഐ വാണ്ട് ടു ഡു സംതിങ് ഫോർ ദ ചിൽഡ്രൻ ഓഫ് ഇന്ത്യ. വളരെ വലിയൊരു ചിന്തയാണ് എനിക്ക് ഇന്ത്യയിലെ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഐ ഡോണ്ട് നോ ഹൗ, ഓൺലി ദാറ്റ് ഐ മസ്റ്റ്. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കത് ചെയ്തേ മതിയാവും. അതെൻ്റെ വലിയൊരു സ്വപ്നമാണ് എന്ന് ഫാദറിനോട് അങ്ങോട്ട് സംസാരിച്ചു. ഹി വാസ് ക്യൂറിയസ് ഇനഫ് ടു ആസ്ക് മീ എ ഫ്യൂ ക്വസ്റ്റ്യൻസ്. ഒത്തിരി കൗതുകകരമായിട്ട് തോന്നി ഈ പെൺകുട്ടിയുടെ സംഭാഷണം ഫാദറിന്. അതുകൊണ്ട് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചോദിച്ചു. നീ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഫാദർ ചോദിച്ചറിഞ്ഞു. എന്തായാലും അറ്റ് ദ എൻഡ് ഓഫ് അവർ കോൺവെർസേഷൻ, ഞങ്ങളുടെ സംഭാഷണത്തിൻ്റെ അവസാനം, ഫാദർ താങ്ക്ഫുള്ളി ഗ്രാൻറ്റഡ് മീ അഡ്മിഷൻ. എന്തായാലും ഒരു സീറ്റ് നിനക്ക് വേണ്ടി ഞാൻ തരുന്നു എന്ന് ഫാദർ പറഞ്ഞു. അങ്ങനെ എനിക്ക് സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ അണ്ടർ ഗ്രാജുവേഷന് ചേരാൻ എൻ്റെ ആഗ്രഹം പോലെ തന്നെ, എൻ്റെ പേരൻസിൻ്റെ ആഗ്രഹം പോലെ തന്നെ എനിക്ക് അവിടെ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞു. സെൻറ്റ് സേവിയേഴ്സിൽ തൻ്റെ സംഭവബഹുലമായ ജീവിതം ആരംഭിക്കുകയാണ്, പഠനം ആരംഭിക്കുകയാണ് നമ്മുടെ ഷഹീൻ ഇസ്ലി. The academic system at Xavier's was different from the system in the US. നെക്സ്റ്റ് പാരഗ്രാഫാണ് അത് നോക്കുക. ഇപ്പോൾ അക്കാഡമിക് സിസ്റ്റം, സേവിയേഴ്സിലെ അക്കാഡമിക് സിസ്റ്റം, സെൻറ്റ് സേവിയേഴ്സിലെ അക്കാഡമിക് സിസ്റ്റം അമേരിക്കയിലെ അക്കാഡമിക് സിസ്റ്റവുമായിട്ട് വളരെയധികം വ്യത്യാസമുണ്ടായിരുന്നു. Here a far more bookish form of learning replaced the academic rigor and intellectual stimulation I had received in Massachusetts. ഇവിടുത്തെ വിദ്യാഭ്യാസ രീതിയും വിദേശ സർവകലാശാലകളിലെ വിദ്യാഭ്യാസ രീതിയും വളരെയധികം വ്യത്യാസമാണ്. പ്രത്യേകിച്ച് അമേരിക്കൻ സർവകലാശാലകളിലെ മസാച്യുസെറ്റ് സർവകലാശാലയിൽ നിന്ന് നേരത്തെ പഠിച്ചുകൊണ്ടിരുന്ന അവിടുത്തെ രീതിയും വളരെയധികം വ്യത്യസ്തമായിട്ട് ഷഹീൻ അനുഭവപ്പെട്ടു. ഇവിടെ കൂടുതലും ബുക്കിഷ് നോളജിനാണ്, പാഠപുസ്തകങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പഠനത്തിനാണ് കൂടുതൽ പ്രാധാന്യം. പക്ഷേ വിദേശ സർവകലാശാലകളിൽ, പ്രത്യേകിച്ച് അമേരിക്കൻ സർവകലാശാലകളിൽ എങ്ങനെയാണ്, അവർക്ക് എക്സ്പീരിയൻസിലൂടെയും കൂടുതൽ ഗവേഷണങ്ങളിലൂടെയും ഒക്കെയുള്ള പഠനമാണ് അവർ കൂടുതൽ നടത്തുന്നത്. ഫാർ മോർ ബുക്കിഷ് ഫോം ഓഫ് ലേണിംഗ് റീപ്ലേസ്ഡ് ദ അക്കാഡമിക് റിഗർ ആൻഡ് ഇൻ്റലക്ച്വൽ സ്റ്റിമുലേഷൻ ഐ ഹാഡ് റിസീവ്ഡ്. അക്കാഡമിക് ഫിറ്റ്നസ് ആണ് അവിടെ ഉള്ളത്, അക്കാഡമിക് റിഗറാണ് അവിടെ ഉള്ളത്, ഇൻ്റലക്ച്വൽ സ്റ്റിമുലേഷനാണ്, ബൗദ്ധികപരവും അതുപോലെ തന്നെ നമുക്ക് അക്കാഡമിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസും കൂടുതലുള്ള പഠനമാണ് ഇവിടെയുള്ളത് വിദേശ സർവകലാശാലകൾ, പ്രത്യേകിച്ച് മസാച്യുസെറ്റ്സ് നേരത്തെ പഠിച്ചിരുന്ന സർവകലാശാല. പക്ഷേ ഇവിടെ ബുക്കിഷ് നോളജിനാണ് കൂടുതൽ പ്രാധാന്യമുള്ളത് എന്ന് മനസ്സിലായി. I quickly realized that I would be able to learn more in the city beyond the classroom. അതുകൊണ്ട് തന്നെ അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് ഷഹീൻ അനുഭവപ്പെട്ടു. ക്ലാസ് റൂമിലെ വെറും യാന്ത്രികമായ പഠനം, പുസ്തകങ്ങൾ വായിക്കുക, ലെക്ചർ നോട്ട് എഴുതിയെടുക്കുക, അങ്ങനെയുള്ള യാന്ത്രികമായ പഠനത്തേക്കാൾ അപ്പുറം ശരിക്കും സിറ്റിയിൽ ഇറങ്ങിച്ചെന്നാൽ, ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ഒരുപാട് അനുഭവങ്ങൾ, എക്സ്പീരിയൻസിലൂടെ തനിക്ക് ഒട്ടനവധി കാര്യങ്ങൾ, പ്രത്യേകിച്ച് സോഷ്യോളജിയാണ്, സമൂഹവുമായി ബന്ധപ്പെട്ട പഠനം തന്നെയാണ് നമ്മുടെ ഷഹീൻ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ഒട്ടനവധി അനുഭവങ്ങൾ, മുംബൈയിൽ ചേരി തന്നെ മതിയല്ലോ, അവിടെ തന്നെ ജീവിതമാണ്, പല രീതിയിലുള്ള ജീവിതങ്ങളാണ് ഷഹീന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ക്ലാസ് റൂം പഠനത്തിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ പുറത്ത് തനിക്ക് പഠിക്കാനുണ്ട് എന്ന്
ഷഹീൻ മനസ്സിലാക്കും. അപ്പോൾ ഷഹീൻ്റെ ആ പഠനം അവിടെ നിൽക്കട്ടെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടെ വിശദമായിട്ട് സർവകലാശാലയിലുണ്ടായ യൂണിവേഴ്സിറ്റിയിലുണ്ടായ അനുഭവങ്ങളെക്കുറിച്ച്, അപ്പോൾ അവിടെ നിന്ന് എങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ചിട്ടപ്പെടുത്തി സമൂഹത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഷഹീൻ ശ്രമിച്ചു എന്നതിനെക്കുറിച്ചും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.